ടോണി, അനു. ഇത് നീ, ഇത് അവൾ. ഓക്കെ, ഇനി നമുക്ക് രണ്ടുപേരുടെ നേച്ചർ നോക്കാം. നീ നല്ല രീതിയിൽ തന്നെ ഫ്രീക്കാണ്, ഫ്രീക്ക് ബഡ്ഡി. നീ മൊബൈൽ മാനിയാക്കുമാണ്. ഗ്രേഡ് താന്നാണെങ്കിലും അത്യാവശ്യം തമാശയൊക്കെ പറയും, ഫണി. പിന്നെ ഗേൾസിന്റെ കാര്യത്തിൽ നല്ല താല്പര്യകക്ഷിയാണ് അല്ലേ? നീ ഇങ്ങനെ വലിച്ചു കിട്ടാതെ കാര്യത്തിലേക്ക് കിടക്കും. അനു, ഷീ സിമ്പിൾ, ക്യൂട്ട്, റെസ്പോൺസിബിൾ, സ്വല്പം ടഫ് ക്യാരക്ടർ അല്ലേ? പറയാതിരിക്കാൻ വയ്യ, നല്ല ചേർച്ച. KFCയും ഉപ്പുസോടയും പോലെ. നീ ഇത് പറയാൻ വേണ്ടിട്ടാ ഇത്രയും നേരം വരച്ചു കൂട്ടിയത്? അല്ല, സത്യമായിട്ടും അല്ല, ഇത് ചോദിച്ചും യാദൃശ്ചികം മാത്രം. നോക്ക്, നീ എന്താന്ന് വെച്ചത് പറഞ്ഞു തൊലക്കി. പണ്ടാരം പണ്ടാരെന്നാ? അല്ല, പണ്ടാരെന്നല്ല, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരുന്ന പണ്ടാരെന്ന കേട്ടത്? നീ പറയോട്ടെ. ഫ്ലെയിം, അതാണ് എന്റെ പോയിന്റ്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഫ്ലെയിംസ് നോക്കിയിട്ട് ഇതുവരെ ഒന്നും തെറ്റിയിട്ടില്ലെന്നാണ് ക്യാമ്പസ് പ്രണയങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചത്. വിശദീകരിക്കാം. FLAME, ഫ്ലെയിം. F for friendship, L for love, A for attraction, M for marriage, and E for enemy. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ സമാനതയുള്ള സെയിം ലെറ്റേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ? ടോണി, പിന്നെ അനു, ഇതിനകത്ത് സെയിം ആയിട്ടുള്ള N കട്ട് ചെയ്യണം. ഇനി നമുക്ക് എത്ര നമ്പർ ബാക്കി കിട്ടും? 1 2 3 4 5. ഈ 5 നമ്മൾ ഇതെടുത്തോണ്ട് വന്ന് ഫ്ലെയിമിൽ അപ്ലൈ ചെയ്യണം. എപ്പോഴും 5ാമത് വരുന്ന ലെറ്റർ നമ്മൾ കട്ട് ചെയ്യണം. നോക്കാം. 1 2 3 4 5. എനിമി അല്ല. 1 2 3 4 5. ഫ്രണ്ട്ഷിപ്പും അല്ല. 1 2 3 4 5. 1 2 3 4 5. Oh my God! എന്താടാ? ലവ്. ചുമ്മാ അല്ല, കാര്യത്തില് നിനക്ക് അവള് വീഴും മോനെ, ഉറപ്പ്. പോരെ? താങ്ക്സ് ഡാ. കണ്ടാ പത്താഴത്തിന് നെല്ല് കണ്ട എലിയുടെ മുഖം പോലത്തെ ചെക്കന്റെ സന്തോഷം കണ്ടാ. ഇത് ലവ് ആക്കി എടുക്കാനുള്ള ടിപ്സ് പറ. അത് വെറും സിമ്പിൾ അല്ലേ? നോക്ക്, ഇത് അവളുടെ ക്യാരക്ടർ. നീ എപ്പോഴും അവളുടെ ക്യാരക്ടറേക്കാൾ ഒരു പടി മുന്നിൽ അഡ്വാൻസ് ആയിട്ട് നിൽക്കണം. അതായത് നീ ഈ ക്യാരക്ടറിലേക്ക് മാറണം. ഇതിനെ സൈക്കാട്രിയിൽ ഡ്യുവൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു നല്ല ഉദ്ദേശത്തിനായതുകൊണ്ട് ഉപയോഗിക്കാം. ഇത്രയും ബുദ്ധിയുള്ള ഈ തങ്ക തലയാണല്ലോ ആ ഭദ്രകാളെ അടിച്ചു പൊളിക്കാൻ നോക്കിയെന്ന് ഓർക്കുമ്പോ എനിക്ക് അവളെ കൊല്ലാനാ തോന്നുന്നു. കൊല്ലരുത് ടോണി, എനിക്ക് അവളെ ജീവനോടെ വേണം. അവളെ എനിക്ക് പഴയ പാറുമായിട്ട് തിരിച്ചു തരില്ലേ ടോണി? പറ, തിരിച്ചു തരില്ലേ? പ്ലീസ്. തരാം. അവളെ നിനക്ക് കിട്ടുന്നതിന് വേണ്ടി ലോകത്തിലേത് ബ്രോക്കറും ചെയ്യുന്നതൊക്കെ ഞാനും ചെയ്യും. പക്ഷേ നിനക്ക് അവളെ തിരിച്ചു കിട്ടുമ്പോ നിന്റെ തല തല്ലിപ്പൊളിക്കാനുള്ള ഒരു ഭീകര സത്വമായിട്ടാണ് തിരിച്ചു കിട്ടുന്നതെങ്കിൽ നിനക്കത് മതിയോ? പറ. വേണ്ട. എന്നാ കുറച്ച് സമയം എനിക്ക് താ. എടുത്തോ, എത്ര സമയം വേണമെങ്കിലും എടുത്തോ. പക്ഷേ നിങ്ങളുടെ പഴയ പാറുമായിട്ട് എനിക്ക് അവളെ തിരിച്ചു തരണേടാ. തരും. ഡോക്ടർ സണ്ണിയാടാ. അല്ല, ബ്രോക്കർ ടോണി അല്ലേ? അങ്ങനെയല്ലേ? എന്നാ ശരി, അങ്ങനെയെങ്കിലും അങ്ങനെ. അല്ല, ഞാനേ തലയിലെ പെരുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് പോയിക്കോളാം. ഓക്കെ, ക്യാരി ഓൺ. ശരി. ഓ, ആയിക്കോട്ടെ. റൊമാൻസ് ആണ് നമ്മുടെ പുതിയ തീം. ഓക്കെ, ഈ ന്യൂ ജനറേഷൻ പ്രണയവും പഴയകാല പ്രണയവും തമ്മിലുള്ള ഒരു മാറ്റൊരുക്കലാവണം നമ്മുടെ ഈ ഫീച്ചർ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് പറയാം. ഓക്കെ മൈഥിലി? പഴയകാല പ്രണയം സത്യവും ഇപ്പോഴത്തെ പ്രണയം അഭിനയവുമാണ്. അതെന്താ, ഇന്നത്തെ കാലത്ത് ആരും പ്രണയിച്ച് കല്യാണം കഴിക്കാറില്ലേ? വാട്ട്സ് യുവർ സജഷൻ അരുൺ? പ്രണയം വേറൊരു ഫീലിങ്സ് ആണ്, സ്നേഹത്തിന്റെ പീക്ക്, അല്ലാതെ ഒന്നുമില്ല. പ്രണയത്തെ വിമർശിക്കാനല്ല, ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മുടെ ഫീച്ചർ. ഓക്കെ അനു, കമോൺ.
പ്രണയിക്കുന്നവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണ് പ്രധാന പ്രശ്നം. പ്രണയിക്കുന്നവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് ശേഷമാണ് പ്രണയം വർക്കൗട്ട് ആവുന്നത്. അതറിയില്ലേ? ആ ടോണി, മാം, എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് പ്രണയത്തെ ഇങ്ങനെ പുതിയ കാലത്തെ പ്രണയം പഴയ കാലത്തെ പ്രണയം എന്നിങ്ങനെ വേർതിരിക്കുന്നതിനെതിരാ. പ്രണയം എല്ലാ കാലത്തും ഫ്രഷാണ്. പഴയ കാലത്ത് പ്രണയം ദൈവികമായിരുന്നു, പുതിയ കാലത്ത് അതൊരു പാഷനായി മാത്രം മാറുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രണയം എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ഒരു പ്രതിഭാസം. പക്ഷേ പ്രണയത്തെ പുതിയ തലമുറ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. ഗ്രേറ്റ് ടോണി, ഫാന്റാസ്റ്റിക്. ഇതാണ് നമ്മുടെ തീം, ഇതാണ് നമ്മുടെ മാറ്റർ. താങ്ക്സ് മാം. അനുഭവമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. ഓക്കെ ടോണി, ഇതെങ്ങനെ ക്യാമറയിൽ പകർത്താനാണ് പ്ലാൻ? അത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ ഞാൻ ക്യാമറയിൽ പകർത്തിയിരിക്കും. മാഡത്തിന് തികച്ചും ഒരു സർപ്രൈസ് ആയിരിക്കും. ഹലോ, നീ ആ ഫേമസ് ഫോട്ടോഗ്രാഫർ ദിലീപ് കുമാറിന്റെ ഫോട്ടോസ് അടിച്ചു മാറ്റിയതല്ലേ? വാടകയ്ക്ക് എടുത്ത മസ്തിഷ്കം എനിക്ക് വേണ്ട. ഏ? ടോണി എടുത്ത ഫോട്ടോ എടുക്കാൻ നിന്റെ ദിലീപ് കുമാർ ഒന്നുകൂടെ ജനിക്കാം. ദിലീപ് കുമാറിനെ കുറിച്ച് കുറ്റം പറഞ്ഞോണ്ടല്ലോ. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഫോട്ടോഗ്രാഫർ ശരി. വെറുതെ തർക്കിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. ഓക്കെ, എന്താ ഇവിടെ ഡിസ്കഷൻ? അല്ല മാം, അനു ചോദിക്കുകയായിരുന്നു മാഡത്തിന് ഈ സമയത്ത് റൊമാൻസ് എന്ന തീം എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇല്ല മാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഓഹോ, അനു ഒഴികെ ബാക്കി എല്ലാവർക്കും പോവാം. താങ്ക് യു മാം. ഞാനേ നിന്റെ ദിലീപ് കുമാറിനോട് ഒന്ന് രക്ഷപ്പെടുത്താൻ നീ പറയാം. പോടാ. നീങ്ങിരി.